ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗുരുവായൂർക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുലർച്ചെ തന്നെ പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എണീക്കാൻ കുറച്ച് ലേറ്റായി. അത് കാരണം ഒരു 6 മണിയായപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണത് കേട്ടോ. അപ്പോൾ നമ്മൾ മുള്ളൂർക്കരയിൽ നിന്നാണ് പോണത്. ഇവിടെ നിന്ന് അങ്ങനെ ഒരുപാട് ദൂരമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഒരു 35 കിലോമീറ്ററൊക്കെ ഉണ്ടാവുമായിരിക്കും. ഞാൻ ഏകദേശമാണ് കേട്ടോ പറഞ്ഞത്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും അത്ര ദൂരം ഇല്ല, പെട്ടെന്ന് എത്തണ പോലേക്ക് തോന്നാറുണ്ട്. അങ്ങനെ ബോറ് അടിക്കാറില്ല വണ്ടിയിൽ നിന്നിട്ട്. അപ്പോൾ ഞാനും പൊന്നൂസും കണ്ടേണ്ട മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ കാലത്ത് തന്നെ നേരത്തെ എണീറ്റ കാരണം എനിക്ക് ഭയങ്കര ഒരു ക്ഷീണമുണ്ട് കേട്ടോ. കാരണം ഛർദ്ദിക്കുമോ എന്താവോ അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷനായിട്ടാണ് പോയത്. കാരണം ഇത്ര നേരത്തെ പോകുമ്പോൾ ഒന്നും കഴിക്കാണ്ടല്ലേ പോകണം. അപ്പോൾ ഗ്യാസ് കയറുമോ, പ്രശ്നങ്ങളൊക്കെ വരുമോ എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ എന്താ പറയുക, കണ്ണേട്ടൻ അങ്ങോട്ട് വണ്ടി ഒതുക്കിയിടാൻ പോയപ്പോൾ ഞങ്ങളവിടെ ഇരിക്കുകയാണ് കേട്ടോ ഒരു കടയുടെ മുന്നിൽ. അത് കഴിഞ്ഞ് മുല്ലപ്പൂ കണ്ടപ്പോൾ പൊന്നൂസിന് മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്ര ഫ്രഷ് അല്ല മുല്ലപ്പൂവും, മുട്ടൊന്നുമല്ല കേട്ടോ, നന്നായി വിരിഞ്ഞ പൂവാണ്. എങ്കിലും സാരില്ല, ഞങ്ങൾ വാങ്ങി, ഞാനും വെച്ചു പൊന്നൂസും വെച്ചു കേട്ടോ. അത് കഴിഞ്ഞതാണ് നമ്മൾ അമ്പലത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ വ്യാഴാഴ്ച ദിവസമാണ് കേട്ടോ പോയത്. ഇത് കുറച്ച് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ്, ഇടാൻ ലേറ്റ് ആയതാണ് കേട്ടോ. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് കേട്ടോ ഇത്ര ലേറ്റ് ആയത് വീഡിയോ വരാനായിട്ട്. നിങ്ങൾ ഇൻസ്റ്റയൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, ഞാൻ ഗുരുവായൂർ പോയി അന്ന് സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ, അപ്പോൾ നമ്മൾ വ്യാഴാഴ്ച ദിവസമാണ് പോയത്. അപ്പോൾ ഭയങ്കര തിരക്കുണ്ടാവുമെന്ന് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അതിശയായി പോയിട്ടോ. കാരണം അവിടെ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല സുഖമായി കയറി തൊഴാൻ പറ്റി. അതന്നെ ഭയങ്കര സന്തോഷമായിട്ടോ. നല്ല രീതിയിൽ തന്നെ ഭഗവാനെ കണ്ട് തൊഴാൻ പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള മാലകൾ എടുക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ വാങ്ങാമെന്ന് വെച്ചപ്പോൾ ആൾ പറഞ്ഞു നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് ഇടാൻ പാടില്ല, തുളസി കൊണ്ട് ഉണ്ടാക്കിയ മാലയാണെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ വാങ്ങിയില്ല. ഞങ്ങൾ വേറെ 2 മാല വാങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇടുന്ന ഒരു സംഭവം കൂടി വാങ്ങിയിട്ട് കൃഷ്ണൻ്റെ. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ 2 കൈമ ഇടണത്, ഒരെണ്ണം സ്വത്ത് കൊണ്ട് തന്നെ കണ്ടെണ്ണം, പിന്നെ 2 ഇങ്ങനത്തെ ഒരു മാലയും. ഇത് ചന്ദനത്തോണ്ട് ഉണ്ടാക്കിയ മാലയാണ് കേട്ടോ. അപ്പോൾ അത് പാറുവിന് പൊന്നൂസിന് വേണ്ടി വാങ്ങിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ 2 വാങ്ങി. പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഇതുപോലത്തെ കറുത്ത ചരടിൽ ആക്കി ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ എനിക്ക് 1 വാങ്ങി, ഏട്ടന് 1 വാങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് പോരുകയാണ്. അപ്പോഴേക്കും വിശന്ന് കുടൽ കരിഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കാരണം ഇപ്പം എനിക്കിങ്ങനെ ഈ ഒരു ടൈമായ കാരണം ഗ്യാസ് കയറി കഴിഞ്ഞാൽ പിന്നെ ഛർദ്ദിച്ച് ആവശ്യതയാവും. അപ്പോൾ പിന്നെ അവിടെ നിന്നൊന്നും ഞങ്ങളെപ്പോഴും പോയാലും ഗുരുവായൂരിന്ന് ചായ കുടിക്കാറില്ല കേട്ടോ. അവിടെ അടുത്ത ചായക്കടയിൽ നിന്നൊന്നും ചായ കുടിക്കാറില്ല. കുറച്ച് ഇങ്ങോട്ട് നീങ്ങി പോന്നിട്ടേ ചായ കുടിക്കാറുള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ടൗൺ ഏരിയ ആണെന്ന് പറഞ്ഞാലും അങ്ങനെ ഇത്ര ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഏകദേശം ഒരു 10 മണി 10:30 ടൈം ആയിട്ടുണ്ട്. എന്നാലും ഒരു കടകളും അങ്ങനെ കണ്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയപ്പോൾ കയറിയ ഒരു കടയാണ് കേട്ടോ. ഇത് പേരിക്കറിയില്ല, പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ നല്ല ഫുഡാണ്, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി. അപ്പോൾ ഞങ്ങൾ മസാല ദോശയാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ പൊന്നൂൻ്റെ ഫേവറേറ്റാണ്. പൊന്നൂൻ്റെ നല്ല ഇവിടെ മൊത്തത്തിൽ ഫാമിലി മൊത്തം മസാല ദോശ ഫേവറേറ്റാണ് കേട്ടോ. അപ്പോൾ കണ്ണേട്ട മാത്രം പൂരിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കണ്ണേട്ടൻ്റെ മസാല ദോശ അത്ര വലിയ ഇഷ്ടമല്ല. കാരണം കാലത്ത് തന്നെ ആൾക്ക് ഈ ഉരുളൻകിഴങ്ങ് അത്ര ഇഷ്ടമല്ല, ഗ്യാസ് കയറുമെന്ന് പറഞ്ഞിട്ട്. അതാ പൊന്നൂസിന് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് പൊന്നൂസ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മസാല ദോശ എത്തിൻ്റെ. അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ ഇപ്പോൾ ചട്നി ആയിക്കോട്ടെ, സാമ്പാർ ആയിക്കോട്ടെ, ചമ്മന്തി ആയിക്കോട്ടെ, അതിൻ്റെ ഉള്ളിലത്തെ മസാല ആയിക്കോട്ടെ, സൂപ്പറാണ് കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ. നമുക്ക് ഒരെണ്ണം കഴിച്ചാലും അങ്ങനെ മതി എന്ന് തോന്നില്ല. അപ്പം ഞങ്ങൾ ഒരെണ്ണമാണ് എനിക്കും പൊന്നൂസിനും കൂടി വാങ്ങിയിട്ടോ. കാരണം എനിക്ക് അങ്ങനെ ഗ്യാസ് കയറി കാരണം എനിക്ക് അധികം അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ പോണ വഴി ഇനിയും ഉണ്ടല്ലോ ദൂരം നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഛർദ്ദിച്ചാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഫുഡൊക്കെ അടിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇനി വേറെ എങ്ങോട്ടും കയറാണമെന്നില്ല, നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞൊരു വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വല്ല സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക. പിന്നെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാണ്ട് വീഡിയോസൊക്കെ വരുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതലും ഡേ ഇൻ മൈ ലൈഫ്, നമ്മുടെ ലൈഫിലത്തെ കുറച്ച് മൊമെൻറ്റ്സ് അങ്ങനത്തെ ഒക്കെ വീഡിയോസാണ് ഇടാറ്. ഇപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ പിന്നെ വലിയ ക്യാമറകളൊന്നും എടുക്കണം, നമ്മുടെ കുഞ്ഞൊരു ഫോണിലാണ് എടുക്കണത്. അതിൻ്റെ കുറവും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഭാവിയിൽ നല്ലൊരു ക്യാമറയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പുതിയ വീഡിയോസായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.